ഹലോ, ഈ വീഡിയോയ്ക്ക് തുടക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻട്രോ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ വരുന്നതിന് മുമ്പേ അമ്മ പാചകം തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ള കളറിലിരിക്കുന്ന സവോള ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് വറ്റൽമുളക് ജാറിലേക്ക് എടുക്കുക. ഇത് എണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്ത വറ്റൽമുളകാണ്. ഇത് നന്നായി മിക്സിയിൽ അടിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. നമ്മൾ മുളക് പൊടിയല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം ഇതുപോലെ എണ്ണയിലിട്ട് സോട്ട് ചെയ്തെടുത്ത വറ്റൽമുളക് നല്ല ഫൈൻ പൗഡറാക്കി അതാണ് നമ്മൾ നമ്മുടെ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ കുക്ക് ചെയ്യുന്നതെന്ന്. വേറെ ഒന്നുമല്ല, സോയ റോസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിലേക്കിടാൻ ഒരു ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി, ഞാൻ അതിനൊരു പീസ് വായിക്കാത്തതാക്കി. ഞാൻ ടൊമാറ്റോ വായിലിടുന്ന സമയം കൊണ്ട് അമ്മ മഞ്ഞൾപ്പൊടി ഇട്ട് അത് ഇളക്കലും തുടങ്ങി. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത വറ്റൽമുളക് അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വറ്റൽമുളക് എടുക്കുമ്പം നമ്മുടെ എരിക്കനുസരിച്ച്, പലർക്കും എരിവ് ഒരു പ്രശ്നമാണല്ലോ, അതുകൊണ്ട് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വറ്റൽമുളക് എടുക്കാം. ഒരു മീഡിയം മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും. വെള്ളം ഒഴിച്ച് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. നമുക്കറിയാം, സോയ നമുക്ക് ഡയറക്റ്റ്ലി ഇടാൻ പറ്റില്ല. സോയ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ഒന്ന് കുതിർത്തതിന് ശേഷമാണ് നമ്മളത് റോസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ കറി വയ്ക്കാനാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം ഇട്ട് കൊടുത്തു. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം വെക്കണമെന്നില്ല, ആ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു രൂപത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഫൈനൽ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ കറി വെച്ച അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനാ ചുമ്മാ കറി വെച്ച് ഫ്ലോപ്പ് ആക്കുന്നത്, അമ്മ തന്നെ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ നമ്മുടെ സോയ റോസ്റ്റിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് പോവുകയാണ്. അതിനായിട്ട് കുറച്ച് മല്ലിയില എടുക്കുക. മല്ലിയില ഒന്ന് ചെറിയതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിൻ്റെ മേളിലോട്ടൊന്ന് വിതറിയിടുക. ആ ഒരു മല്ലിയിലയുടെ ഒരു ടേസ്റ്റും മണവും കൂടെ നമുക്ക് ആ സമയത്ത് കിട്ടും. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഇതങ്ങനെ അടച്ച് വയ്ക്കുക. ഇതിപ്പോൾ ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ കാണുന്ന പോലെ അല്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സോയ റോസ്റ്റ്, അമ്മ സ്പെഷ്യൽ സോയ റോസ്റ്റ്. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.